അപ്പോൾ ഉദാഹരണത്തിന് ഒരു മുസ്ലിമായ ആള് കാബത്ത് പോയിട്ട് തവാഫാക്കിടും. കാബാൻ ചൊല്ലതൊരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലെ ചുറ്റുරු കാബത്തെ മൂലയിലുള്ള ഒരു ശിലയാണ് ഹജറുൽ അസ്വദ്, അതിനെ മുത്തുරු. അതേപോലെ ഒരു ഹിന്ദു ആയ ആൾ അവന്റെ ദേവസ്ഥാനത്ത് പോയിട്ട് ചുത്ര, ആ ദേവസ്ഥാനത്തെ മൂലയിലുള്ള ഒരു ശിലയുടെ ചുംബിക്കട. ബാഹ്യമായ നോട്ടത്തിൽ രണ്ടും ഒരേപോലെ സെയിം, ഒന്നര ശിർക്ക് തൗഹീദിട്ട് മുജാഹിദ് ചൊല്ലവും സാധ്യയില്ല. അതേ സമയത്ത് ഞങ്ങൾ ഒന്ന് തൗഹീദും ഒന്ന് ഷിർക്ക് ചൊല്ല. കാബത്തെ ചുറ്റുന്നത് തൗഹീദും ദേവസ്ഥാനത്തെ ചുറ്റുന്നത് ഷിർക്കിന് ചൊല്ല. ഇതിലെ അലക്കടെ മാനദണ്ഡം എന്ന് ചൊല്ലെങ്കിൽ അങ്ങനെ കൽബുള്ള നോട്ടാണ്. ഹിന്ദു അയാൾ ദേവസ്ഥാനത്തെ ചുറ്റുമ്പോഴും ശിലരെ ചുറ്റുമ്പോഴും അത് ദൈവാൻ ചൊല്ല വിശ്വാസത്തിലാണ് അവൻ എന്താക്കുന്നത്, ചുറ്റുന്നതും ചുംബിക്കുന്നതും. അതേസമയത്ത് കാബത്തെ ചുറ്റുറ മുസ്ലിമു ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന മുസ്ലിം അത് ദൈവാൻ ചൊല്ല വിശ്വാസത്തിൽ ചുംബിക്കുന്നതും ഇല്ല, മുത്തുറുതും ഇല്ല, ചുറ്റുറുതും ഇല്ല. അതുകൊണ്ട് ഇത് തൗഹീദാവിടും, അപ്പുറത്തേത് ഷിർക്കാവിടും. സംഗതി ജണ്ണു ഒരേപോലെ. അപ്പൊ ജണ്ടറുടെയും നോട്ടമുള്ള മനസ്സ് കയറ്റിക്കുന്ന നോട്ടം കൽബും. അതുകൊണ്ട് ഒരു മുഅ്മിനായ ആള് അള്ളാഹുടെ ദൈവമായി അംഗീകരിക്കുന്ന ഒരാള് പിന്നൊരാളെ ദൈവാഞ്ചുള്ള വിശ്വാസത്തിൽ സഹായകത്തിണ്ടായെങ്കിൽ അത് അപ്പ ഷിർക്കായിട്ട്. അത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു കല്ലുണ്ട് പേർക്ക്, അല്ലെങ്കിൽ ഒരു ഷർട്ട്, ഒരു തുണി, ഒരാൾ ഒരു പെണ്ണിടെ അത് ദൈവാഞ്ചുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ചിട്ട് എങ്കിലാണ് മുശ്രിക്കാവുക. ഒരു ബെഞ്ചിന്റെ ദൈവാൻ ചെന്ന് വിശ്വസിച്ച മുശ്രിക്കാവുക. ഇനി ഒരാൾ കാജൂർക്ക് പോയിട്ട് ദർഗത്തിൽ കിടക്കുന്നത് അള്ളാഹുടെ ഒരു കൂറുകാരൻ ചൊല്ല വിശ്വാസത്തിൽ സഹായം കേട്ടാണ്ടെങ്കിൽ അപ്പൊ മുശ്രിക്കാവുക. അതേ സമയത്ത് ഇത് അള്ളാഹുടെ മഹാന്മാർ ചൊല്ല വിശ്വാസത്തിൽ അങ്ങോട്ടൊട്ടിಗೆ അത് മരിച്ചു പോയങ്ങോട്ടോ ഹയാത്തുള്ളങ്ങോട്ടോ ആരൊട്ടിಗೆ സഹായം കേട്ടെങ്കിൽ അത് ഷിർക്കാവില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിൽ നബി തങ്ങളൊട്ടിಗೆ എത്രമോ ആൾമാർ സഹായം കേട്ടാൽ അത് ഞങ്ങളെ സാധാരണ ചോറ് കേൾക്കുക അങ്ങനത്തെ സഹായം എന്തോ അല്ല. ഭൗതികമായിട്ട് ഒരാൾക്കും ആക്കും സാധ്യമില്ലാത്ത സഹായം. മഹാന്മാരെ സ്വഹാബിങ്ങളെ കണ്ണ് പോയപ്പോൾ കണ്ണ് തെറ്റിച്ചിട്ട് യുദ്ധത്തിൽ കീല് പോകുന്നപ്പോൾ ആ കണ്ണിടെ അടുത്തോണ്ട് നേരെ നബി തങ്ങളെ മുട്ടവണ്ടേ വന്നിട്ട് നബി തങ്ങ ഇത് മെഡിസിൻ മറന്ന് തരണുണ്ടല്ല, ഡോക്ടറല്ല നബി തങ്ങ. അങ്ങനെ നബി തങ്ങളുടെ സഹായം അത് അഭൗതികമായ സഹായം, സാധാരണ ആർക്കും ആക്കും സാധ്യമില്ലാത്ത സഹായം നബി തങ്ങളൊട്ടിಗೆ കേൾക്കുക. അപ്പൊ നബി തങ്ങ തുപ്പിട്ട് അതിലവിടെ ഫിറ്റാക്കി കൊടുക്കുന്നു. തണ്ണിയില്ലാത്ത അപ്പൊ എവിടെയും തണ്ണിയില്ല, ഭൗതികമായ ഒരു രൂപത്തിലും തണ്ണി ഉണ്ടാക്കാൻ സാധ്യമില്ല. അപ്പോഴാണ് നബി തങ്ങളൊട്ടിಗೆ വന്ന് സഹായം കിട്ടുക. അപ്പൊ നബി തങ്ങ ബെരലിടെ തണ്ണി എടുത്തു കൊടുക്കൂ. അപ്പോ ഇത് അങ്ങ നബി തങ്ങളൊട്ടിಗೆ സഹായ കേൾക്കുക. നബി തങ്ങ അള്ളാഹുൻ ചൊല്ല വിശ്വാസത്തിലല്ല, നബി തങ്ങ അള്ളാഹു അയസ്റ്റെങ്കിൽ മഹാൻ ചൊല്ല വിശ്വാസത്തിൽ നബി തങ്ങളൊട്ടിಗೆ സഹായ കേൾക്കുന്നത്. അതൊരിക്കലും ഷിർക്കാവുക സാധ്യയില്ല. അത് നബി തങ്ങളെ ഹയാത്ത് കാലത്താണ് നബി തങ്ങളെ വിളിച്ചിട്ടങ്ങ് സഹായ കേൾക്കുക. ഇനി നബി തങ്ങ വഫാത്തായാൽ പിന്നെയും നബി തങ്ങ വഫാത്തായ നബി തങ്ങളെ വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് നബി തങ്ങളെ മുത്തിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ട്. അത് ഹയാത്തുള്ള നബി തങ്ങളെ വഫാത്തായി പോയ നബി തങ്ങളെ വിളിച്ചിട്ട് മറ്റു പോയങ്ങളെ വിളിക്കോ തീരാണ്ടല്ലേ ഇങ്ങനെ ചൊല്ലേ യാ റസൂലല്ലാഹ് ഞങ്ങൾ യാ ഗൗസിയ മുഹിയുദ്ദീൻ ചൊല്ലുമ്പോൾ ഓ നബിയേ എന്നിട്ട് സഹായം കേൾക്കല ഉദ്കുർന ഇൻദ റബ്ബിക്, നബിയെ നിങ്ങളെ റബ്ബുടെ മുട്ട പോയി ഞങ്ങളൊന്ന് നനപ്പാക്കിയിരുന്നു, നിങ്ങളെ നനപ്പുള്ള ഞങ്ങൾ വേണു, ഞങ്ങളെ രക്ഷപ്പെടുത്തണു എന്ന് ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖാണ് സഹായം കേൾക്കണേ. അപ്പൊ സഹായം കേട്ടതിന്റെ പേരില് മരിച്ചുപോയങ്ങളെ വിളിച്ചതിന്റെ പേരിൽ മുശ്രിക്കാവിടെ ഉണ്ടായെങ്കിൽ ഒന്നാമത്തെ മുശ്രിക്ക് സിദ്ദീഖുള്ളാഹ് ചൊല്ലണോ, നഊദുബില്ല. അപ്പൊ അതുകൊണ്ട് സഹായം കേൾക്കുന്നത് ഒരിക്കലും എന്താവും സാധ്യയില്ല, ഷിർക്കാവും സാധ്യയില്ല. മരിച്ചുപോയങ്ങളെ വിളിക്കുക തീരാണ്ടായെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുമ്പോ എപ്പോഴും അല്ലാഹു അക്ബർ ചെന്ന് കൈകെട്ടിട്ട് അത്തഹിയാത്തരോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചൊല്ല. അതെന്തിനാ അതിനർത്ഥ ഓ നബിയെ മരിച്ചുപോയ 1400 വർഷത്തിന് മുന്നോട് വഫാത്തായി പോയ നബി തങ്ങളെ എന്തും ഞങ്ങൾ നിസ്കാരത്തിൽ വിളിച്ചോണ്ടുള്ള മരിച്ചുപോയങ്ങളെ വിളിക്കൂ തീരാണ് ചൊല്ലേക്കത്തെ മുജാഹിദും വിളിച്ചോണ്ടുള്ള അതുകൊണ്ട് കേൾക്കും മരിച്ചുപോയങ്ങളെ വിളിക്കാമോ തീരാണ് ചൊല്ലുക. അപ്പൊ നീ നിസ്കരിക്കുകയോ തീരാ അസ്സലാമു അലൈക അയ്യുഹൻ നബി വഫാത്തായി പോയ നബി തങ്ങളെ എന്ത് വിളിച്ചിട്ട് സലാം ചൊല്ലേ, നബി തങ്ങൾ സലാം കേൾക്കില്ലാണ്ടെങ്കിൽ ഈ സലാം ചൊല്ലേക്ക് എന്തൊരർത്ഥമുള്ളേ. അപ്പൊ അതുകൊണ്ട് മുജാഹിദിൻ ചൊല്ല ഈ ആശയം മനുഷ്യന്മാർ വസ്വാസാക്കുവാനായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. പരിശുദ്ധ ഇസ്ലാമും ചൊല്ലെങ്കിൽ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് അതിലെ മഹാന്മാർ നമുക്ക് ഏത് രൂപത്തിൽ പഠിപ്പാട്ടി തന്നറാറ അതുപോലെ പഠിക്കണം. അതുപോലെ ഖബർ സിയാറത്താക്കണമെങ്കിൽ താൽമാരെ നിങ്ങൾ മുശ്രിക്കാക്കടാർ. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് ഷുഹദാക്കൾ അങ്ങലായിട്ട് വലിയ മഹാന്മാരുള്ളാറ അങ്ങളെ ഖബർ വർഷത്ത് കുർക്ക് സന്ദർശനാക്കിക്കൊണ്ടിട്ട് അതിലെ പുറാവായിട്ടാണ് ഞങ്ങൾ ഉറുസത്ത് കുർക്ക് ഉറുസാക്കിക്കൊണ്ടുള്ള. അതുപോലെ സ്വഹാബിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സന്ദർശനാക്കിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അബൂ ഹനീഫ ചൊല്ല മഹാന്റെ ഖബർ നാൾക്കും പോയിട്ട് സന്ദർശനാക്കിയിട്ട് അവിടെ നിസ്കരിച്ചിട്ട് മഹാന്റെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുലൊട്ടിക്ക് അങ്ങനെ കേട്ടോണ്ടിരുന്നെങ്കിൽ എൻ്റെ ആവശ്യം പൂർത്തിയായോണ്ടിരിച്ചിട്ട് ഷാഫി ഇമാം ചൊന്നത് താരിഖ് ബഗ്ദാദി ചൊല്ല കിതാബിലുണ്ട്. അപ്പൊ മൊത്തത്തിൽ നീ കേട്ട ക്വസ്റ്റ്യൻ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ വിളിക്കാമ അഥവാ
വഫാത്തായി പോയ മഹാന്മാരെ വിളിച്ചെങ്കിൽ അത് ഷിർക്കാവില്ല. ഷിർക്കും തൗഹീദിലെ മാനദണ്ഡം ചൊന്നെ. ഇനി വിളിക്കിടക്ക് ചെമ്മ തെളിവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രയാസത്തിലായെങ്കിൽ, ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു തെരു തപ്പിയപ്പോൾ ഒരു പ്രയാസത്തിൽ പെട്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജാഗയിൽ യാ ഇബാദല്ലാഹി അഈനൂനീൻ ചൊന്നിട്ട് വിളിക്കറു. ഈ ഹദീസാണ് മുജാഹിദിൽ 8 ഗ്രൂപ്പാക്കിയത്. കാരണം ഇതിൽ കുറെ ആൾ അംഗീകരിക്കുന്നത് സ്വഹീഹായ ഹദീസ്. നബി തങ്ങൾ നിങ്ങൾ ഒരു തെരുളിങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ തെരു തപ്പിയിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലാണ്ടെങ്കിൽ യാ ഇബാദല്ലാഹി, ഓ അല്ലാഹുടെ അടിമങ്ങളെ, അഈനൂനീൻ എൻ്റെ നിങ്ങൾ സഹായാക്കറു നിങ്ങൾ കേൾക്കറു. കാരണം അവിടെ നിങ്ങൾ കാണാത്ത കുറെ അള്ളാഹുടെ അദൃശ്യ അടിമങ്ങളുള്ളാറ്, അങ്ങനെ നിങ്ങൾക്ക് സഹായാക്കാറ്. അപ്പോ അള്ളാഹു അല്ലാത്ത കുറെ അടിമങ്ങളെ വിളിച്ചിട്ട് സഹായ കേൾക്കാൻ ഈ ഹദീസിൽ പഠിപ്പാട്ട്. ഇത് അവിടേക്ക് മാത്രം സീമിതല്ല. അവിടേക്ക് മാത്രം സീമിത്താണ്ടെങ്കിൽ അത് പറ്റും, ബാക്കിയുള്ളത് പറ്റല്ല, അങ്ങനെ ഉണ്ടാ. ഷിർക്കും ചൊല്ലെങ്കിൽ എല്ലാം ഷിർക്കാവല്ലേ, അള്ളാഹ് അല്ലാത്ത ആരെ വിളിച്ചെങ്കിലും ഷിർക്കാവല്ലേ. അപ്പൊ ഒന്നത് തെളിവ്. പിന്നെ ഖുർആനിലെ അള്ളാഹു ചൊല്ല ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ. നിങ്ങളെ സഹായി ആറ് വന്നിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ സഹായി, അള്ളാഹുടെ റസൂൽ നിങ്ങളെ സഹായി, സത്യവിശ്വാസികളായ നല്ല മുഅ്മിനീങ്ങൾ നിങ്ങളെ സഹായിങ്ങാണ്ട് ഖുർആനിൽ അള്ളാഹു ചൊല്ല. ആ ഖുർആന്റെ ആയത്ത് ഇണ്ടുണ്ട്. അപ്പൊ അങ്ങളൊട്ടിക്ക് സഹായം കേൾക്കാം, അള്ളാഹുടൊട്ടിക്ക് സഹായം കേൾക്കാം, സഹായിയായ ആളുമാരൊട്ടിക്ക് സഹായം കേൾക്കാം, നബി തങ്ങളൊട്ടിക്ക് സഹായം കേൾക്കാം, അതുപോലെ മഹാന്മാരായ ഉലമാവൊട്ടിക്ക് സഹായം കേൾക്കാം, ആലിമീങ്ങളൊട്ടിക്ക് വലിയ വലിയ സ്വാലിഹീങ്ങളൊട്ടിക്ക് സഹായം കേൾക്കാം. നബിത്തങ്ങളുടെ കാലം മുതൽ എന്തുത്തോളം കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും, നല്ല മഹാന്മാർ ഹിസ്റ്ററി എല്ലാം നമുക്ക് ഇതേ കാണാൻ സാധ്യം. അതുപോലെ ഇബ്നുൽ മുൻകദിർ ചൊല്ല താബിയായ വലിയ മഹാൻ, അയാൾ എപ്പോൾ നബിത്തങ്ങളെ കബറ് പോയിട്ട് ഇങ്ങനെ കഴുത്ത് വെച്ചിട്ട് കൗല് വെച്ചിട്ട് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അയാൾ ചൊല്ലു എനിക്ക് എന്തെങ്കിലും പ്രയാസമായെങ്കിൽ ഇസ്ലാം തുബി കബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങളെ കൊണ്ട് ഞാൻ സഹായം കേൾക്കിടേണ്ടാണ് അയാൾ ചൊല്ലുന്നത്. അപ്പൊ മൊത്തത്തിൽ മരിച്ചുപോയ ആൾമാരൊട്ടിക്ക് സഹായം കേൾക്കുന്നത് ഒരിക്കലും ഇസ്ലാം എതിർത്തിട്ടില്ല. ഇസ്ലാമിന്റെ ബാലപ്പാട്ട് എന്തിനും ഗൊന്തില്ലാത്ത ആൾമാരാണ് ജല്ലാക്കില്. പിന്നെ നല്ല കാര്യം എന്തും ആക്കുക തീരാണ്ട് ചൊല്ലതും പൊട്ടത്തറ. കാരണം ഇപ്പൊ ഞങ്ങൾ മൗലിദാക്കട, അതുപോലെ ബാക്കി റാത്തീബാക്കട, അതുപോലെ സ്വലാത്ത് വാർഷിക മുഞ്ഞാനൂർ മുജാഹിദ് എന്നിട്ട് അതെല്ലാം ചർച്ച ആക്കി സ്വലാത്ത് വാർഷികാക്കട. ഞങ്ങൾ സ്വലാത്ത് വാർഷികാക്കുന്നത് വിധത്ത് നിങ്ങളെ സംഘടനയുടെ വാർഷികാക്ക, അതുപോലെ നിങ്ങളെ സ്ഥാപനത്തെ വാർഷിക എന്തും ആക്കിക്കൊണ്ടുള്ളാറ്, നിങ്ങൾ ഫെസ്റ്റ് ആക്കിക്കൊണ്ടു. അപ്പൊ ഞാൻ കേട്ടെ നിങ്ങൾ സംഘടനയുടെ വാർഷികാക്കണം ദീന്റെ പേരിലാണ് ആക്കുന്നത്. അതുപോലെ നിങ്ങൾ സ്ഥാപനത്തെ വാർഷികാക്കിടാറ്, നിങ്ങൾ മക്കളെ ഫെസ്റ്റാക്കിടാറ്, നിങ്ങൾ പത്രിക അവിടെ നടത്തിക്കൊണ്ടുള്ളാറ്, നിങ്ങൾ മൈക്ക വെച്ചിട്ട് ദീനി പ്രബോധനാക്കിക്കൊണ്ടുള്ളാറ്, നിങ്ങൾ നബിത്തങ്ങളെ കാലത്ത് ഇല്ലാത്ത പോലത്തെ വലിയ വലിയ പള്ളി കെട്ടിക്കൊണ്ടുള്ളാറ്, നബിത്തങ്ങളെ കാലത്ത് ഇല്ലാത്ത എനിക്കത്തെ മദ്രസ കെട്ടിക്കൊണ്ടുള്ളാറ്. ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് വിട്ടപ്പോൾ അതിക്ക് മറുപടിയില്ല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഇൻതാ. പക്ഷെ ബുദ്ധിയുള്ള നിങ്ങൾ കേൾക്കുക പോണില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചെങ്കിൽ നബിത്തങ്ങളെ കാലത്തിൽ ഇതുപോലത്തെ ഡിസൈൻ ശരി പള്ളിയുണ്ട് നബിത്തങ്ങൾ. പക്ഷെ ഇന്ത്യൻ്റെ പോലത്തെ പള്ളിയല്ല. മൗലിദിന്ത ഖുർആനിൽ ഫുള്ള് ഉള്ളമേ മൗലിദ്. നബിത്തങ്ങളെയും കുറെ മഹാന്മാർ മൗലിദാക്കിയാണ്. അതിന്റെ ശൈലി രൂപ ചേഞ്ച് ആവുന്നത് ഒരിക്കലും എന്തല്ല, അത് ഇസ്ലാമിയുടെ പുറത്തു പോകണമെങ്കിൽ വിഷയമല്ല. അതുപോലെ പിന്നെ കാരണം എന്താണെന്ന് ചെന്നാൽ ഖുർആൻ ചെന്നൊരു വഫ്അലുൽ ഖൈറ, നിങ്ങൾ നല്ലതാക്കറും ചെന്നിട്ട് ഖുർആൻ സപ്പോർട്ടാക്കരുത്. അപ്പൊ നല്ല കാര്യം എന്തുമാക്കാൻ ചെന്നിട്ട് കാലി ഇതിൽ വന്നിട്ട് ഈ ഞാൻ ഇണ്ടാക്കുന്നതെല്ലാം നബി തങ്ങാക്കി തരണു, നബി തങ്ങളെ ആക്കിയിട്ട് കാട്ടിയിട്ട് തരണു എന്ന് ചെന്നിട്ട് ഇസ്ലാമിലില്ല. കാരണം നബി തങ്ങ വഫ്അലുൽ ഖൈറാൻ ഖുർആനിൽ ചൊല്ലുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ഖൈറായതെല്ലാം ആക്കറും. അപ്പൊ ഖൈറായത് എന്തുമാക്കാൻ ചെന്നിട്ട് നബി തങ്ങും ഖുർആൻ സപ്പോർട്ടാക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു നല്ല കാര്യം ആക്കുമ്പോ അത് നബി തങ്ങ ആക്കിറാന്ന് ചെന്നിട്ട് അങ്ങനെ കുദ്ദു തേടിയിട്ട് പോകേണ്ട അകത്തിയില്ല. കാരണം നബി തങ്ങമേ ചെന്നിട്ട് നിങ്ങൾ നല്ലതാക്കാറുണ്ട്. അതുപോലെ നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാലത്തിൽ മുസ്ഹഫ് ഒരു കിതാബുടെ ഉൾഗ ജമ്മാക്കിയിട്ടില്ല, കൂട്ടിയിട്ടില്ല. അത് ഏലല് പിന്നെ അതിൽ ഇതിലെല്ലാം എഴുതിയിട്ടില്ല തോളിലല്ല. പക്ഷെ നബി തങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങ ആക്കാത്ത സ്വറാക്കിയിട്ട് എന്തിരെ ഖുർആന്റെ ഒരു ഗ്രന്ഥത്തെ ഉൾഗ കൂട്ടിയിട്ട് നോക്കൂ. 4 സ്വഹാബിങ്ങ ഖലീഫമാർ നബി തങ്ങ ആക്കാത്തതാക്കിടാറ്. പിന്നെന്തിനാ ചെന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവിഹി കൂട്ടി ജമ്മാക്കിയിട്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് ജാരി കൊണ്ടുവന്നിട്ട്, അലി റളിയല്ലാഹു അൻഹു ഈ നഹ്വുൻ ചൊല്ല ഇസ്ലാമിക് ഗ്രാമർ സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഖുർആനിലെ ഹർക്കത്തിട്ട് വിഷയ പരിപാടി. അപ്പൊ ഈ 4 സ്വഹാബിങ്ങ നബി തങ്ങ ആക്കാത്തങ്കത്തെ കാര്യം ആക്കിയാലും നിങ്ങളെ തള്ളവ് സാധ്യമാ. കാരണം ഇത് ഖൈറല്ലേ, ഇത് മുസ്ലിമീങ്ങൾക്ക് ബേണായങ്കത്തെ വിഷയമേ. പക്ഷെ നബി തങ്ങളുടെ കാലത്ത് ഇതില്ലಂತ, അതുകൊണ്ട് ഇത് തള്ളവ് സാധ്യമാവില്ല. കാരണം ഇത് ഖൈറായത് നിങ്ങൾ ആക്കറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ തള്ളണുണ്ടായെങ്കിൽ ഈ 4 സ്വഹാബിങ്ങളെ തള്ളണാവും. കാരണം നബി തങ്ങ ആക്കാത്ത ആക്കിയാറില്ല. പക്ഷെ നബി തങ്ങ ആക്കാത്തതായെങ്കിലും നബി തങ്ങളെ പ്രമാണത്തിൽ ഇതൊക്കെതിരില്ല. ഇത് ആക്കുക തീരാൻ നബി തങ്ങൾ ഏത് പ്രമാണത്തിലും ഇല്ല, ഖുർആനിലും ഹദീസിലും ഏതിലും ഇല്ല. അതുപോലെ ഏതും നമുക്ക് അങ്ങനെ എന്താക്കാം നോക്കാം.
അപ്പൊ മൊത്തത്തിൽ നല്ല കാര്യം ഏതുമാക്കാം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹാ നബി തങ്ങൾ ചൊല്ലു. ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം ആക്കിയെങ്കിൽ അവനുക്ക് അതിരെ കൂലിയും അതനുസരിച്ച് ആക്കിടങ്കത്തെ ഓന്റെ നല്ല കാര്യം നോക്കിയിട്ട് ആരെല്ലാം അതാക്കിടാറ് അങ്ങനെല്ലാ പ്രതിഫലം ഓണും കിട്ടിട്ട് നബി തങ്ങൾ ചൊല്ലും. അപ്പൊ നല്ല കാര്യം ആക്കൂ തീരാണ്ടായി നബി തങ്ങൾ ഈ ഹദീസ് ചൊല്ലു തീരല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഏത് സ്വറ ഉണ്ട് ഞങ്ങൾ ആക്കിടെങ്കിലും ഇതിക്ക് ഇസ്ലാമുടെ മൂല പ്രമാണത്തിക്ക് ഇതിക്ക് എതിരാവിടാണ്ട് നോക്കണം. ഉദാഹരണത്തിന് ഞങ്ങൾ ഇന്ന് പുതിയ ശൈലിയിൽ മൗലിദാക്കട ചോറെല്ലാം വെച്ചിട്ട് ദാനധർമ്മം റെഡിയാക്കിയിട്ട് കുറെ ഉസ്താദ്മാരെയും അല്ലാത്ത ആൾമാരെല്ലാം കൂട്ടിയിട്ട് മൗലിദ് കിതാബെല്ലാം വെച്ചിട്ട് മൗലിദ് ഓതുക. അപ്പൊ കേൾക്കാം മങ്കൂസ് മൗലിദ് നബി തങ്ങളുടെ കാലത്തിന്താ, ഇന്നത്തെ മുസാഫ് നബി തങ്ങളുടെ കാലത്തിന്താന്ന് നമുക്ക് കേൾക്കാം, സ്വഹീഉൽ ബുഖാരി നബി തങ്ങളുടെ കാലത്തിന്താന്ന് നമുക്ക് കേൾക്കാം. ഇതെല്ലാം പൊട്ടു ചോദ്യമാണ്. മനുഷ്യന്മാരെ നാടന്മാരെ പൊട്ടീസാക്കടക്കത്തെ ചോദ്യം. സ്വഹീഉൽ മങ്കൂസ് മൗലിദ് കിതാബ് നബി തങ്ങളുടെ കാലത്തിന്താന്ന് കേൾക്കിടാറ്. അപ്പൊ ഇങ്ങ 1000 വട്ടം നാല് ബുഖാരിലിന്താന്ന് കേൾക്കില്ല. ആ സ്വഹീഉൽ ബുഖാരി നബി തങ്ങളുടെ കാലത്തിന്താ പോവട്ടെ ഇണ്ടത്തെ മുസാഫ് നബി തങ്ങളുടെ കാലത്തിന്താ നമുക്കും അപ്പുറത്ത് തങ്ങളോട്ട് കേൾക്കാം. അപ്പൊ ഇത് മനുഷ്യന്മാരെ പൊട്ടീസാക്കുള്ള ചോദ്യമാണ്. അപ്പൊ ഞങ്ങൾ ഈ രൂപത്തിൽ മൗലിദാക്കുമ്പോ അപ്പൊ കേൾക്കിടാറ് ഇത് നബി തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ഇങ്ങനെ നാലാളെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മിഞ്ചെത്തി വെച്ചിട്ടെല്ലാം പാടിയിട്ടാണ് കേൾക്കുക. അതല്ല ഇസ്ലാം. കാരണം അവിടെ ഞങ്ങൾ നോക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമുടെ പ്രമാണത്ത് ഏതെങ്കിലും ഒരു പ്രമാണത്തിക്ക് ഇതെതിരാവിടാ. ദാനധർമ്മ കൊടുക്കുന്നത് ഇസ്ലാമിക്ക് എതിരാ ഒരിക്കലും അല്ല. മൗലിദ് ഓതുന്നത് ഇസ്ലാമിക്ക് എതിരാ അല്ല. ഖുർആനിൽ എത്ര നബിമാരെ മൗലിദുണ്ട്. അതുപോലെ ആൽമാരെ കൂട്ടുന്നത് ഇസ്ലാമിക്ക് എതിരെ. ആൽമാർ കൂട്ടിയിട്ട് സ്വതക്കാക്കുന്നത് നല്ല വേണ്ടല്ല ഇസ്ലാം ചെന്നില്ല. അപ്പൊ ഞങ്ങൾക്കിടെ ഒന്നും ഇസ്ലാമിക്ക് എതിരില്ല. ഇതിന് മങ്കൂസ് മൗലിദില് മഹാന്മാരെ വിളിച്ചിട്ട് സഹായം കേൾക്കുക, നബി തങ്ങളെ വിളിച്ചിട്ട് സഹായം കേൾക്കുക, അതും ഇസ്ലാമിക്ക് എതിരല്ല. കാരണം സഹായം കേൾക്കുന്നത് എതിരല്ലാണ്ട് ഇസ്ലാമെ പഠിപ്പാട്ടിട്ട്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾക്കിടെ ഏത് സത്കർമ്മവും ഇസ്ലാമുടെ മൂല പ്രമാണത്തൊട്ടിಗೆ എതിരല്ലാണ്ടായെങ്കിൽ ഏതും ആക്കാണ്ടാണ് ഇസ്ലാം പഠിപ്പാട്ടത്. നബി തങ്ങളെ കാലത്ത് ഞങ്ങളെ ഇന്നത്തെ പോലത്തെ പള്ളി ഇല്ലാണ്ട്, പക്ഷെ നബി തങ്ങളെ കാലത്ത് ചെറിയ പള്ളി കുടിച്ചാലും അതിൽ നബി തങ്ങൾ നിസ്കരിച്ചോണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് വലിയ പള്ളിയാക്കി നിസ്കരിക്കാം. കാരണം പ്രമാണത്തിന് എതിരല്ല നബി തങ്ങൾ ആക്കിയത്. അപ്പൊ പുറത്തെ കേൾക്കും നബി തങ്ങളെ കാലത്ത് ഇങ്ങനത്തെ പള്ളി താൻ കേട്ടെ നമുക്ക് തല സമയം ഇല്ലാണ്ട് ചൊല്ലുന്നു. അതുപോലെ നബി തങ്ങൾ മദ്രസ കെട്ടിയില്ല, ഇല്ല നബി തങ്ങൾ മദ്രസ കെട്ടിയിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ദീൻ പഠിപ്പാട്ടിക്കൊണ്ടിട്ട് ആ ദീൻ പഠിപ്പാട്ട് ഗോതകളുടെ സൗകര്യം അവിടെ രൂപത്തിൽ എന്നും കേട്ട. അതുപോലെ നബി തങ്ങൾ മൈക്കത്തിൽ ദീൻ ദേവത്താക്കിയിട്ടില്ല. അപ്പൊ കേൾക്കട നബി തങ്ങൾ മൈക്കത്തിൽ ദീൻ ദേവത്താക്കില്ല, നിങ്ങൾ എന്തെങ്കിലും മൈക്കത്തിൽ ദീൻ ദേവത്താക്കി ആക്കടേന് കേൾക്കട അർത്ഥമുണ്ടാ. നബി തങ്ങൾ കാലത്ത് ദീനി പത്രികയുണ്ടാ. ഇതെല്ലാം ആട്ടുകൂട്ട് വിഷയമല്ല, ശരീരത്തിലെ വിഷയമേ. ദീനി പത്രിക നബി തങ്ങളെ കാലത്തുണ്ടാ. ഇന്ന് മുജാഹിദും പത്രിക അയച്ചോണ്ടില്ലേ. ആ പതിനർത്ഥ ആക്ക ദീനി ദേവത്ത് ഗോതകടങ്കത്തെ ഏത് വിഷയവും നമുക്ക് ആക്കാണ്ടാണ് അതിൽ നിന്ന് മനസ്സിലാവിടെ. അല്ലാണ്ട് വെറും അതേ ആക്കണമുണ്ടായെങ്കിൽ വണങ്ങിയ ഇസ്ലാമാവും. നബി തങ്ങ കെട്ടി അതേപോലത്തെ വള്ളിന്റെ കെട്ടണം. നബി തങ്ങ ദേവത്താക്കിയ പോലെ ആക്കണമുണ്ടായെങ്കിൽ അത് വെറും വണങ്ങിയ ഇസ്ലാമാവും. അപ്പൊ നബി തങ്ങമേ പഠിപ്പായിട്ട് എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യത്തിൽ ഒത്തിട്ട് നമുക്ക് എന്തുവാക്കാം, എത്രയും വിശാലാക്കിക്കൊണ്ട് പറയാണ്ടാണ്. അതാണ് ഇസ്ലാം. മനസ്സിലാവിടാ. അപ്പൊ മൊത്തത്തിൽ ഇസ്ലാമും ചൊന്നെങ്കിൽ അത് മുജാഹിദെല്ലാം എന്തിനാക്കി ചൊല്ലി നബി തങ്ങാക്കില്ല. നബി ഇങ്ങാക്കുന്നത് എന്തും നബി തങ്ങാക്കിലാണ്, അവിടെ ചോദ്യമില്ല. ഇങ്ങ എന്തു ആക്കാം. അതേ സമയത്ത് ഞങ്ങൾ എന്ത് കാര്യമാക്കി അത് നബി തങ്ങാക്കിയതാണ്. അങ്ങനെ ഇസ്ലാം ഇല്ല. ഞങ്ങാക്കുന്നത് ഓരോ കാര്യവും നബി തങ്ങ ആക്കിക്കാട്ടുകൊണ്ട് ഇസ്ലാമില്ല. പിന്നെയോ നബി തങ്ങ ചൊന്ന പലക്കത്തെ വ്യാപ്തിയുടെ ഉൾഗത് ബണ്ടുണ്ടായെങ്കിൽ ഏത് കാര്യവും ആക്കാണ്ടാണ് 1400 വർഷത്തെ പരമ്പരാഗത ഇസ്ലാമിന്റെ തരണിയത്. നബി തങ്ങളെ ഹയാത്ത് കാലത്ത് അഭൗതികമായ സഹായം ചൊന്നെങ്കിൽ അങ്ങനെ കണ്ണ് കീൽ പോകുന്ന കണ്ണിടെ അതിരെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഖത്താദ് റളിയല്ലാഹു അൻഹു പോയപ്പോ നബി തങ്ങൾ ഫിറ്റാക്കിട്ട് ഏതെങ്കിലും ഇതൊരു ഭൗതികമായ സഹായം ആരെങ്കിലും ചൊല്ലുവാറ് ഏതെങ്കിലും ഒരാൾക്ക് ആക്കൂ സാധ്യമാ. തണ്ണി തീരെ ഇല്ലാത്തപ്പോ കൈ ബെറലിന്റെ ഇടയിലെ തണ്ണി പണ്ടേ. അപ്പൊ ഇങ്ങ നബി തങ്ങളൊട്ടിക്ക് അള്ളാഹുരൊട്ടിക്ക് കേൾക്കാണ്ട് ഇത് അള്ളാഹുരൊട്ടിക്ക് കേൾക്കണ സഹായമല്ലേ. പക്ഷെ ഈ സഹായത്തെ ഡയറക്റ്റ് നബി തങ്ങളൊട്ടിക്ക് അങ്ങ് കേട്ടാറ് ഇത് ശിർക്കൗടാ. അതേ സമയത്ത് ഈ സഹായത്തെ മരിച്ചൽ പിന്നെ മാത്രം കേട്ടെങ്കിൽ ശിർക്കൗടു. അങ്ങനെ ഏത് ഖുർആനിലുള്ള ഹയാത്ത് കാലത്ത് ഇങ്ങനത്തെ സഹായം ഡയറക്റ്റ് കേൾക്കാം, മരിച്ചൽ പിന്നെ കേൾക്കുക തീരാ അത് ഷിർക്കാവിടുന്ന് ചോദിച്ചിട്ട് ഏത് ഖുർആനിലുള്ള ഷിർക്ക് അങ്ങനെ ഹയാത്ത് മൗത്തുണ്ട് വ്യത്യാസം ഉണ്ടാ. ഒരാൾ എതിർലിക്കുമ്പോൾ അയാളൊട്ടിക്ക് ഇങ്ങനത്തെ സഹായം കേൾക്കാം, മരിച്ച പിന്നെ സഹായം കേൾക്കുക തീരാ. ഷിർക്കും ചൊന്നെങ്കിൽ എല്ലാം ഷിർക്കാവണ്ടേ. ഷിർക്ക് വലിയ തൈരീഫ് ഉണ്ടാന്ന് ചൊന്ന ഇയാൾക്ക് മൗലവി തൈരീഫ് ചൊല്ലുക സാധ്യമായിട്ടില്ല. പണ്ട് നമുക്കൊന്നും AP ഉസ്താദൊട്ടിಗೆ അബ്ദുൽ ഖാദർ മൗലവി സംവാദാക്കിയിട്ട് 2 നാളും അയാൾക്ക് ഷിർക്കും ചൊല്ലു എന്തിനേട്ട് അതിന്റെ ഡെഫിനിഷൻ ചൊല്ലുക സാധ്യമായിട്ടില്ല. കാരണം ഡെഫിനിഷൻ ചൊന്നെങ്കിൽ നിങ്ങളെ വാദത്തിಗೆ ഒരു നിലയും വിലയും ഇക്കില്ല. നിങ്ങൾ ആഫീസ് അപ്പ ಬಂದಾಕೋಣോಡು ഷിർക്ക് എന്തിനേന്ന് ചൊന്നെങ്കിൽ അള്ളാഹുരൊട്ടിಗೆ പിന്നൊരു ദൈവത്തെ കൂറാക്കിയിട്ട് ഇബാദത്താക്കിടക്കല്ലേ ഷിർക്കും ചൊല്ലേ. ആ തൈരീഫ് ഇങ്ങ ചൊന്നറുണ്ടായി നിങ്ങളെ വാദത്തിക്ക് നിങ്ങളെ ആശയത്തിക്ക് എന്തെങ്കിലും നിലവില ഉണ്ടാ. കാരണം ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരാളെ അള്ളാഹുരൊട്ടിಗೆ കൂറാക്കിയിട്ട് ഇബാദത്താക്കണമാ.
അതുകൊണ്ട് ഷിർക്കിടെ താരീഫ് ഇങ്ങ ഖിയാമത്ത് നാളത്തോളം മുജാഹിദിന്റെ ആശയോടെ നിലനിൽക്കുന്നുണ്ടായെങ്കിൽ ഷിർക്കിടെ താരീഫ് അങ്ങ് ചൊല്ലുകയെ തീരാ ചൊന്നെങ്കിൽ അങ്ങനെ ആഫീസ് ബന്ധവിടും. അതുപോലെ ഇയാൾ കാര്യമായിട്ട് അദ്ദുആ ഹുവൽ ഇബാദാന്ന് ചൊന്നിട്ടു ആ ഹദീസ് എടുത്ത ബന്ധ ദുആ അത് ഇബാദത്തായിട്ടിക്കട്. അതുകൊണ്ട് ആരട്ടിക്കും വിളിക്കൊത്തിറ മൗലവി ഞാൻ കേട്ടോണ്ടുള്ള ദുആ ഏത് ദുആ ഇബാദത്താവിടെ ദുആ ഏത് അതൊന്ന് വിശദീകരിക്കണം. ഖുർആനിൽ എത്ര പക്ക ദുആന്ന് ചൊല്ലുന്ന പ്രയോഗം യൂസാക്കിയത് അള്ളാഹുടൊട്ടിക്ക് വിളിക്കുന്നു അല്ലാത്തവിടെ എല്ലാ ദുആന്ന് ചൊല്ലുന്ന പ്രയോഗം യൂസാക്കിയത് അതെല്ലാം ഇബാദത്താ. അബ്ബമ്മയുടെ ഒരാൾ വിളിച്ചിട്ട് അത് ഇബാദത്തവിടെ ഏത് ദുആണ് ഇബാദത്തവിടെ ശരിക്കും പഠിക്കാണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഹഖീഖത്തു ദുആ യഥാർത്ഥ ദുആ എന്തിനു വിശദീകരിച്ചിട്ട് ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു ഒരടിമ അവന്റെ റബ്ബുടൊട്ടിಗೆ അവന്റെ അള്ളാഹുടൊട്ടിക്ക് തേടിരക്കാണ് ദുആ ചൊല്ലുക. ആ ദുആ ആയിട്ട് ഇബാദത്ത് അല്ലാണ്ട് എല്ലാ ദുആവും ഇബാദത്താവുക സാധ്യമുണ്ടാ? അദ്ദുആഉ ഹുവൽ ഇബാദ ಅಂತಾ ചൊന്നരെ. ഖുർആനിൽ എത്ര ദുആ ഉണ്ട്? ഖുർആനിലുള്ള എല്ലാ ദുആവും ഇബാദത്താ. അപ്പെങ്കിൽ എല്ലാ വാത്തപ്പുറ ശിർക്കാവണാവല്ലേ. അതുകൊണ്ട് ഏത് ദുആ ഇബാദത്തിന്റെ അയാൾ വിശദീകരിച്ചിട്ടില്ല. മൊത്തത്തില് തോക്കിയ ഉസ്താദ് ഇങ്ങനെ ഒരു പിന്നെ സവാലിട്ടിട്ടാകുമ്പോ ആളളകി എനിക്കെത്ത മുജാഹിദ് വെറുതെ ഉത്തര ചൊല്ലാൻ ചൊന്നിട്ട് പുറത്ത് വന്നതല്ലാണ്ട് വാസ്തവത്തിൽ ഒന്നരയും തൊടുക അയാൾക്ക് സാധ്യമായിട്ടില്ല. പിന്നെ വലിയ തലവെച്ചെന്തിനും ചൊന്നെങ്കിൽ ഒരു കോട്ടിയെ വിട്രാക്കടെ അയാൾ അവ കൊടുത്തെങ്കിൽ പിന്നെ പെഞ്ഞായി മക്കൾ തെരുളാവലെന്ന് ചൊന്നിന് ഇങ്ങനത്തെ വലിയ തലവെച്ചാണ് എനിക്ക് അയാൾക്കില്ലാത്ത തലവെച്ച് എനിക്കെന്തി. അതുകൊണ്ട് ഒരു കോട്ടിയല്ല എത്ര കോട്ടി വേണം നിങ്ങൾക്ക് തരാം. കാര്യത്തിന് നിങ്ങൾ വാസ്തവത്തിന് പറു പിന്നെ ശരിക്കും മറുപടി ചൊല്ലുക അവിടെ മറുപടി ചൊല്ലു. പിന്നെ ഇങ്ങ വലിയ കാര്യമായിട്ട് എന്തിനാ ഇയാൾ ചൊന്നെങ്കിൽ ഇങ്ങ പാവപ്പെട്ട ആൾമാരെ വഞ്ചിച്ചുകൊണ്ടുള്ളാറ് മുസ്ലിയാക്കന്മാർ എന്തും തുറന്ന് ചൊന്നോണ്ടില്ല. തുറന്നിട്ട് വ്യക്തമായിട്ടാണ് അങ്ങ് ചൊന്നോണ്ടുള്ളേ. അതുകൊണ്ട് ആ ബേജാറെന്തും നിങ്ങൾക്ക് വേണ്ട. നിങ്ങമേ ഇപ്പൊ 8 ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ലെവലേ ഇല്ലാണ്ടായത്. കാരണം ഞങ്ങ ചിലപ്പോ ഗ്രൂപ്പായിടെങ്ക അത് സുന്നത്ത് ജമാഅത്തിലെ ഉൾഗമേ ഉള്ളെങ്കത്തെ ഗ്രൂപ്പായിട്ടിക്കൂ. അത് ചില മസാലപരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയത്തിലായിട്ടിരിക്കും ഫുറൂഇയായ വിഷയത്തിൽ നിങ്ങൾക്ക് വിശ്വാസപരമായ വിഷയത്തിലെ നിങ്ങൾ പല ഗ്രൂപ്പായിട്ട് ഇപ്പൊ വോയിസ് കടത്തിയെങ്കത്തെ മൗലവി അയാൾ ഏത് ഗ്രൂപ്പിലുള്ളതിന്റെ അള്ളാഹു ആയാലും ജിന്നുണ്ടും ജിന്നോട് സഹായം കേൾക്കാൻ ചൊല്ലെങ്കത്തെ പല ടൈപ്പിടെ മൗലവിമാർ നിങ്ങളെ ടീമേ ഉള്ളാറ്. നിങ്ങമേ പരസ്പര ഷിർക്കിന്റെ ആരോപ്പാക്കിക്കൊണ്ടുള്ളാറ്. അതുകൊണ്ട് ഞങ്ങളെ സിദ്ധക്ക് നിങ്ങൾ പറഞ്ഞോണ്ടില്ല. നിങ്ങൾക്ക് ഖിയാമത്ത് നാളത്തോളം ഷിർക്കിടെ താരീഫ് ചൊല്ലുകയും സാധ്യയില്ല. പിന്നെ മഹാന്മാരൊട്ടിಗೆ സഹായ കേൾക്കരുത് അത് ഷിർക്കിന്റെ സമർത്ഥിക്കോ സാധ്യയില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലാം എന്തേ മഹാന്മാരൊട്ടിಗೆ നിങ്ങൾ സഹായ കേൾക്കടല്ല നിങ്ങൾ ഇബാദത്താക്കടെ ಅಂತ നിങ്ങൾ ചൊന്നുകൊണ്ടുള്ളേ. ഞങ്ങൾ ചൊന്നുകൊണ്ടുള്ള ഇബാദത്താക്കടെ അല്ല. ഇബാദത്താക്കടെ ഒക്കുണ്ടായത് ഷിർക്ക്. ഖുർആനിൽ എവിടെല്ല നിങ്ങൾ വിളിക്കൂ തീരാണ് ചൊന്നുറ അവിടെ എല്ലാ ഖുർആൻ ഉദ്ദേശിച്ച ഇബാദത്താണ്ട്. ഇബാദത്ത് നിങ്ങൾ ആക്കിടറുണ്ടായെങ്കിൽ ദൈവാൻ ചൊല്ലുടെ ഉദ്ദേശത്തിൽ നിങ്ങൾ കേൾക്കിടറുണ്ടായെങ്കിൽ അത് ഷിർക്കിട്ടാണ് ഖുർആൻ ചൊന്നരെ. അത് ആക്കൂ തീരാണ്ടാണ് ഖുർആൻ ചൊന്നരെ. അല്ലാത്ത ഒരു വിഷയം നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് സമർത്ഥിക്കോ സാധ്യയില്ല. ഇമാം ഖുർത്തുബി മഅബൂദീങ്ങളായ ആരാധിക്കപ്പെടുന്ന ആൾമാരെ വിഷയമാണ് ചർച്ചാക്കിയത്. അതുകൊണ്ട് വെറുതെ അപ്പറ ഇപ്പറ കുറെ കിതാബെല്ലാം ചെന്നിട്ട് തൊട്ടീസാക്കുക ബറണ്ടാണ്ടാണ് മൗലവിടൊട്ടിക്ക് ചെല്ലുകൊള്ളെ. ശരിക്കും പഠിച്ചിട്ട് തീരെങ്കിൽ ആ സവാല് നിങ്ങൾ സ്വീകരിച്ചിട്ട് ആണുമോന്റെ സറാണ് കാട്ടണേ. ഖിയാമത്ത് നാളത്തോളം നിങ്ങളെ കൊണ്ടത് സാധ്യമല്ല. അള്ളാഹു തആല ഇങ്ങനത്തെ അറ പഠിച്ചെങ്കത്തെ മുജാഹിദ് മൗലവിമാരെ ഷറട് തൊട്ട് ഞങ്ങളെ സമൂഹത്തെ കാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.